ചേട്ടാ തിരക്കിലാണോ? ഒരു പശുവിൽ നിന്ന് എങ്ങനെയാണ് പാലിട്ട? അതാർക്കറിയാത്തത്. പശു നമ്മളൊരു 2 വയസ്സ് പ്രായമാകുന്ന പശുക്കിടാവിനെ കുത്തിവെച്ച് അത് പ്രസവിച്ച് അതിൽ നിന്ന് അതിൻ്റെ കുട്ടിക്ക് വേണ്ടി ചേർത്തുന്ന പാല് നമ്മൾ കറന്നെടുത്ത് വിൽക്കണം. എന്നാലേ നമ്മുടെ കൊഴിഞ്ഞാമ്പാറയിൽ ഒരു പശുവുണ്ട്. 1 വയസ്സേ പ്രായമായിട്ടുള്ളൂ. കുത്തി വെച്ചിട്ടില്ല, ചവിട്ടിച്ചിട്ടില്ല, കിടാവുണ്ടായിട്ടില്ല. പക്ഷെ ഇഷ്ടം പോലെ പാലുണ്ട്. നന്ദിനി എന്നാണ് വീട്ടുകാർ പേരിടാൻ ഉദ്ദേശിക്കുന്നത്. 25 വർഷമായി പശു വളർത്തുന്ന ശുഭ ആദ്യമായാണ് ഇങ്ങനെ ഒരു പശുവിനെ കാണുന്നത്. ജനിച്ചിട്ട് 1 വർഷമേ ആകുന്നുള്ളൂ. കുത്തിവയ്ക്കുക പോലും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു ദിവസം തൊഴുത്തിലെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അതിശയം തന്നെ. എന്തായാലും ഈ 1.5 വയസ്സിൽ പാല് വരുന്നത് അതിശയം തന്നെ. ഞാൻ ഒരു രാവിലെ എണിച്ച് കറക്കയിലൊക്കെ നിലത്ത് പോയിക്കൊണ്ടിരിക്കണം. ഒരു അതിശയം തന്നെ. സംഗതി ഏതായാലും ലാഭമായി. ഒരു പശു പ്രസവിക്കുന്ന സമയത്തെ ടെൻഷൻ ഒഴിവാക്കാമല്ലോ. ഇപ്പോൾ 1 ലിറ്റർ കറക്കും, 1 ലിറ്റർ രാവിലെ കറക്കും, ബാക്കിയൊക്കെ ചോട്ടിൽ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഉച്ച തിരിഞ്ഞ് ഇതൊക്കെ ചോട്ടിൽ പോകും, കറക്കാണ്ടിരുന്ന ചോട്ടിൽ പോകും. ഹോർമോണിലെ വ്യത്യാസമാണ് പ്രസവിക്കാത്ത പശുവിൽ നിന്ന് പാൽ ലഭിക്കാൻ കാരണം. പ്രസവിക്കാത്ത പശുവാണെങ്കിലും നല്ല പാലാണ്, ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. ഡോക്ടറിനെ വിളിച്ച് കാട്ടി. അപ്പോൾ അയാൾ പറഞ്ഞു നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, കറന്നോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ആദ്യം കറക്കുമ്പോൾ 1 ഗ്ലാസ് 1.5 ഗ്ലാസോളം കിട്ടി. പിന്നെ അത് നോക്കുമ്പോൾ 1/2 ലിറ്ററായി. ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ 3/4 ലിറ്റർ പാലുണ്ട്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.